മലായി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. മലായി ചിക്കൻ തിക്ക എന്നൊക്കെ പറയും. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. ഓവനിലല്ലാതെയും കണ്ട് പാനിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓവനില്ലാത്തവർക്കെല്ലാം പാനിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റോടും കൂടിയും വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒത്തിരി കണ്ട് കട്ടിയായിട്ട് മുറിച്ചെടുക്കരുത്. കുറച്ച് കട്ടി കുറച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. രണ്ട് ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ നല്ല കട്ടിക്കുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ചെറുനാരങ്ങ നീര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക് ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. സ്പൂണൊന്നും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഇനി ഇതിനൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉലുവയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മെത്തി ലീവ്സ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ചിക്കനെല്ലാം ഇങ്ങനെ കോർത്തെടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പാനിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് എടുക്കുന്നത്. ചിക്കൻ മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും കട്ടി കുറച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. എങ്കിലേ ഉള്ളിലേക്കെല്ലാം നല്ല പോലെ വേവത്തുള്ളൂ. അതേപോലെ എല്ലാം ഒരേപോലെ കട്ടി കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരെണ്ണം കട്ടി കൂടുതൽ, ഒരെണ്ണം കട്ടി കുറവൊക്കെ ആയി കഴിഞ്ഞാൽ ചിക്കൻ ചിലതെല്ലാം വെന്ത് വരും, ചിലതെല്ലാം ഉള്ളിലേക്ക് വേവത്തില്ല. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ബട്ടറിൽ തന്നെ റെഡിയാക്കി എടുക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചിക്കനെല്ലാം വെച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ കോർത്ത് വയ്ക്കാതെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ നിരത്തി ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി ഇതിലേക്ക് എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇതിനെല്ലാം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. എല്ലാത്തിനെയും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേന് ഒന്നും കൂടി റെഡിയായി കിട്ടും. വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ബട്ടർ എല്ലാം ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ വരുന്നത് ചിക്കന്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മുറിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിൻ്റെ മേലെല്ലാം കുറച്ചും കൂടി ഒന്ന് ബട്ടറാക്കി കൊടുക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റുള്ള ഒരു മലായി ചിക്കൻ്റെ റെസിപ്പിയാണിത്. അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെല്ലാം കുറച്ച് മല്ലിയിലെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ എല്ലാം വാങ്ങിക്കുമ്പോൾ ഒന്ന് അതിൻ്റെ ഇറച്ചി ഭാഗം മാത്രം എടുത്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഇതിങ്ങനെ കോർത്ത് വെക്കണം എന്നൊന്നുമില്ല. പാനിലെല്ലാം നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.